Hello everyone, welcome to CarX. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടാറ്റ നെക്സോൺ ആണ്. യെസ്, ടാറ്റ നെക്സോണിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ടാറ്റയുടെ ലൈനപ്പിലുള്ള ഒരു ഐക്കണിക് മോഡലുകളിൽ ഒന്നായിട്ടുള്ള വരുന്ന ഒരു വാഹനം കൂടിയാണ് ടാറ്റ നെക്സോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടാറ്റ നെക്സോണിന്റെ ഒരു ഡിസൈൻ കാര്യങ്ങളിലൊക്കെ തന്നെ ആദ്യമേ തന്നെ പോവാം. ആ ഒരു റേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ബോണറ്റ് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. ആ ഒരു SUV-യുടേതായ ഒരു ഗാംഭീര്യതയും ഒരു എന്താ പറയുന്നത്, റോഡ് പ്രസൻസും ഒക്കെ തരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വെഹിക്കിളിന് വന്നേക്കുന്നത്. ഇപ്പൊ ഈ 2024 ആ ഒരു ഡിസൈൻ വന്നത്, അത് പഴയ നെക്സോണിൽ നിന്ന് വന്ന മെയിൻ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഫേസിയ തന്നെയാണ് വ്യത്യാസങ്ങൾ വന്നേക്കുന്നത്. ഇപ്പൊ ഈ ഒരു DRL ആണെങ്കിലും ഈ ഒരു ഗ്രില്ല് വന്നിട്ട് നമുക്ക് ഒരു ഇച്ചിരി ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ ടാറ്റയുടെ പുതിയ ലോഗോ കാണാം. പഴയ ലോഗോയിൽ നിന്ന് മാറ്റി ആ മെറ്റൽ ലോഗോ ആയിരുന്നു നേരത്തെ. ഇപ്പൊ നമുക്ക് ആ പുതിയ ലോഗോ കാണാം. അത് നല്ല ഭംഗിയുണ്ട് ഇതിപ്പോ കാണാനായിട്ട്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. DRL തന്നെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. താഴോട്ട് വന്നാൽ നമുക്കൊരു LED ഹെഡ്ലാമ്പ്സ് കാണാം. പ്രൊജക്ടർ ആണ് അത് വരുന്നത്. നേരെ താഴോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ എയർ ഡാം ഒരു അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ആ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ നല്ല ഭംഗിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സെൻട്രലായിട്ട് ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ പ്ലേറ്റ് കാണാം. അപ്പൊ നമ്മൾ ഇന്നിപ്പോ കൊണ്ടുവന്ന നെക്സോൺ എന്ന് പറയുന്നത് പ്യുവർ എന്ന് പറയുന്ന വേരിയന്റ് ആണ് നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണ നമുക്ക് നെക്സോണിന്റെ ഒരു മിഡ് വേരിയന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു വേരിയന്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു വേരിയന്റ് ആണ് പ്യുവർ. അതിൽ നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത്. നെക്സോണിന് നമുക്ക് ഒരു 3 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് ഒന്ന് EV വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഡീസൽ, പെട്രോൾ. അപ്പൊ അങ്ങനെ 3 ഇതുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഇന്നിപ്പോൾ ഡ്രൈവിനായിട്ട് എടുത്തേക്കുന്നത് ഡീസൽ എഞ്ചിനാണ്. അപ്പൊ എഞ്ചിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് വീഡിയോയിൽ പറയാം. ഇനിയിപ്പോ നമുക്ക് നേരെ സൈഡ് ഡിസൈനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സോണിന്റെ സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേന് ആദ്യം തന്നെ പറയാൻ, നമുക്ക് പ്യുവറിൽ വന്നിട്ട് നമുക്ക് അലോയ് വീൽസ് വരുന്നില്ല. ഒരു വീൽ കപ്പ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. നമുക്ക് ടയർ സൈസ് വരുന്നത് 195/16 R16 ആണ് ടയർ സൈസ് വരുന്നത്. പിന്നെ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു ബോഡി കളർ അല്ലാത്ത രീതിയിലാണ്. ഒരു SUV, അതൊരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ വരുന്ന വാഹനമായതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്ന ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. കാരണം ഈ സൈഡിലൊക്കെ നമുക്കത് ഈ ഒരു റണ്ണിങ് ബോർഡ് ആ ഒരു ഭാഗമൊക്കെ അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അത് കണ്ടിന്യൂ ചെയ്ത് ആ റണ്ണിങ് ബോർഡും എല്ലാം നമുക്ക് ആ രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മിററിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ABC പില്ലേഴ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ റൂഫ് റെയിൽ വരുന്നുണ്ട് വെഹിക്കിളിന്. ഒരു മാറ്റ് സിൽവർ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നതിന്. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒക്കെ നോർമൽ രീതിയിലാണ്, ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്നത്, ബോഡി കളർ അല്ല കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡോർ ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 208 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ഓവറോൾ നമുക്ക് വണ്ടിയുടെ ലെങ്ത് വരുന്നത് സബ് 4 മീറ്റർ വരുന്ന ഒരു വാഹനമാണ്. 3995 ആണ് നമ്മുടെ ഓവറോൾ ലെങ്ത് വരുന്നത്. വീൽ ബേസ് വന്നിട്ട് നമുക്ക് 2498 mm ആണ് വീൽ ബേസ് വരുന്നത്. അതിൻ്റെതായ ഒരു ഇന്റീരിയർ സ്പേസ് നമുക്ക് ഇന്റീരിയറിൽ കണ്ടെത്താൻ പറ്റുന്നുണ്ട് നമുക്ക് വെഹിക്കിളിൽ. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ചരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈൻ ആണ് നെക്സോണിന് പൊതുവേ ഉള്ളത്. ആ ഒരു എയറോഡൈനാമിക് ഫീലും നമുക്ക് കിട്ടുകയും ചെയ്യും വെഹിക്കിളിന്. ആ ഒരു എയർ ഫ്ലോ ഒക്കെ അടിപൊളിയായിട്ട് വരികയും ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തത്. അതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ വന്നിരിക്കുന്നത് വെഹിക്കിളിന്. പിന്നെ വേണ്ട മേളിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആന്റിന കാണാം. ഇത്രയാണ് സൈഡ് ഡിസൈനിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ റിയർ ഡിസൈനിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പൊ റിയർ ഡിസൈനിൽ വന്നു കഴിയുമ്പോൾ പക്കാ സ്പോർട്ടി ആയിട്ട് തന്നെയാണ് ആ റിയർ ഡിസൈനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എക്സ് ഫാക്ടർ ടെയിൽ ലാമ്പ് എന്നാണ് കമ്പനി ഇതിനെ പറയുന്നത്, ഈ ഒരു ടെയിൽ ലാമ്പ് ഡിസൈനിനെ പറയുന്നത്. അത് വന്നിട്ട് നമുക്ക് ആ ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ് വെഹിക്കിളിന് വരുന്നത്. പക്ഷെ നമുക്ക് ഈ പ്യുവറിൽ നമുക്കത് കണക്റ്റഡ് ടെയിൽ ലാമ്പ്സ് അല്ല വരുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് മുതൽ കണക്റ്റഡ് ടെയിൽ ലാമ്പ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ പ്യുവറിൽ നമുക്ക് ഒരു നോർമൽ രീതിയിൽ തന്നെയാണ്. പക്ഷെ ആ ഒരു ഡിസൈൻ ആ രീതിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ലാമ്പ് കാണാം, റിഫ്ലക്ടർ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഡീഫോർഗറും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് റിയർ വൈപ്പർ വരുന്നില്ല.
ആ ഒരു രീതിയിലാണ് ഗ്ലാസ്, ഒരു പ്ലെയിൻ ഗ്ലാസ് ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സെൻട്രലായിട്ട് തന്നെ ഇവിടെ നമുക്ക് ടാറ്റയുടെ ആ ഒരു പുതിയ ലോഗോ കാണാം. പിന്നെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ നല്ല രസമാണ് കാണാൻ. ഞാൻ റോഡുകൾ വണ്ടിയൊക്കെ ഈ നെക്സോൺ പോകുമ്പോൾ എപ്പോഴും കാണാം, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. കാരണം ചെറിയ ഒരു ലൈറ്റ് ആണെങ്കിൽ അത് ഭയങ്കര അതിന്റെ ഒരു പ്രകാശമൊക്കെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ നെക്സോൺ ഉള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. പിന്നെ അതേണ്ട ഈ 2 സെൻസേഴ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. റിയർ ബമ്പർ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റിലാണ് കൊടുത്തേക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ബോഡി കളർ കാര്യങ്ങളൊന്നുമല്ല. അത് പക്ഷെ നല്ല രീതിയിൽ അത് നമുക്ക് അതുമായിട്ട് ഒരു സിങ്ക് ആയി പോകുന്നുണ്ട്. ആ ഒരു ഡിസൈനും ആ ഒരു കളർ തീമുമായിട്ടൊക്കെ ഒരു നല്ല സിങ്ക് ആയി പോകുന്ന രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മുടെ ഡിക്കി സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. 382 ലിറ്റർ ആണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതി തന്നെയാണ്. നമുക്കൊരു ഫാമിലിക്ക് വെക്കാൻ പറ്റുന്ന ഒരു ലഗേജ് ഏരിയ തന്നെയാണ് വെക്കുന്നത്. 2-3 പെട്ടിയൊക്കെ വെക്കാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 kg എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്, പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 കിലോ വരെ നമുക്ക് അതിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. മൊത്തം 4 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാഴ്സൽ ട്രേയും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. പിന്നെ നമുക്ക് സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ സൈസ് സ്പെയർ വീൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ പറയാനുള്ളത്. ഇനിയിപ്പം നമുക്ക് നേരെ ഇന്റീരിയറിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇന്റീരിയർ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, 7in7 എന്ന് പറഞ്ഞൊരു ആനിവേഴ്സറി ഇപ്പൊ നടക്കുകയാണ് നമ്മുടെ നെക്സോണിന്റെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ലക്ഷം വെഹിക്കിൾസ് നമ്മുടെ നെക്സോൺ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതും 7 വർഷമായി ഇപ്പൊ നമ്മുടെ നെക്സോൺ ഇപ്പം നിരത്തുകളിൽ വന്നിട്ട്. അപ്പൊ അതിന്റെ ഒരു ആനിവേഴ്സറി നടക്കുകയാണ്. അപ്പൊ ഈ മാസം, അതായത് നമ്മുടെ ഈ ജൂൺ മാസം നമ്മൾ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വെഹിക്കിൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ, അതായത് ഈ ഒരു നെക്സോണിന്റെ ഒരു ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. അത് വന്നിട്ട് 30,000 മുതൽ 1 lakh വരെയാണ് ഓഫേഴ്സ് വരുന്നത്. അത് വിവിധ വേരിയന്റ്, EV ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്, പല പല വേരിയന്റ് അനുസരിച്ചാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ഷോറൂമിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പൊ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ നെക്സോണിന്റെ പ്യുവർ എന്ന് പറയുന്ന വേരിയന്റിന്റെ ഇന്റീരിയർ ആണ് നമ്മളിപ്പോ കാണുന്നത്. അത്യാവശ്യം നല്ല നീറ്റ്ലി തന്നെ ലേഔട്ട് ഒക്കെ കൊടുത്ത് നല്ല ഒരു കളർ തീം ഒക്കെ കൊടുത്തേക്കുന്ന ഒരു ഇന്റീരിയർ ആണ്. നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ ആ ഒരു എന്താ പറയുന്ന ഒരു ബേസ് വേരിയന്റിന് മേളിൽ നിൽക്കുന്ന ഒരു വേരിയന്റ് ആണെങ്കിലും നമുക്ക് ഒട്ടും അങ്ങനെ ഒരു പോരായ്മ ഒന്നും പെട്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് നമുക്ക് ഒരു ഡാഷ്ബോർഡിന്റെ ഡിസൈൻ വന്നേക്കുന്നത്. മേളിൽ നമുക്കൊരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ആഷ് കളർ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ ടോണിലാണ് ഒരു മേൽഭാഗം കൊടുത്തേക്കുന്നത് നമ്മുടെ ഡാഷിന്റെ. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കാർബൺ ഗ്രേ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ അതിന്റെ തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ആ ഒരു വൈറ്റ് കളറിലാണ് കൊടുത്തേക്കുന്ന ഒരു സ്ട്രിപ്പ് പോലെ ഇങ്ങനെ ഒരു എലമെന്റ് വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു ഡാഷ്ബോർഡിൽ. പിന്നെ ഇത് ഹർമന്റെ ആ ഒരു സിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് 7-inch സ്ക്രീൻ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. റേഡിയോ അങ്ങനെയുള്ള എല്ലാം ഇതിനകത്ത് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്ത് വരുന്നുണ്ട്. 4 സ്പീക്കേഴ്സും വരുന്നുണ്ട് ഇൻബിൽട്ട് നമുക്ക് വെഹിക്കിളിൽ. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ AC വെൻസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ്ലി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചെറിയ വെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഹോൾഡറിലൊക്കെ ആണെങ്കിൽ ഒരു സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് പുഷ് സ്റ്റാർട്ട് വരുന്നില്ല, അതിന്റെയാണ് ആ ഒരു ഹോൾ പോലെ അവർ കൊടുത്തേക്കുന്നത്. അത് പക്ഷേ എനിക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാമായിരുന്നെന്ന് തോന്നി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC-യുടെ ആ ഒരു യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് നല്ല ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൊടുത്തേക്കുന്നത്. ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ്ലി കൊടുത്തേക്കുന്നത് അത് ടോഗിൾ സ്വിച്ചസ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഓട്ടോമാറ്റിക് അല്ല, നോർമൽ ആയിട്ടുള്ള വരുന്ന രീതിയിലാണ് കൊടുത്തത്. പക്ഷെ ടോഗിൾ സ്വിച്ചസ് ആണ്. പിന്നെ നമുക്കിവിടെ ഈ ഒരു ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഫെദർ ടച്ച് രീതിയിലാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ആ ഒരു AC-യുടെ കൺട്രോൾസ് ഒക്കെ കൊടുത്തേക്കുന്നത്. അത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമുക്ക് ഇവിടെ ഹസാർഡ് സ്വിച്ചസ് കാണാം. അതും നമുക്ക് ഈ ഒരു ഫെദർ ടച്ച് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഡിക്കി ഓപ്പണർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലോക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 12 വോൾട്ട് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് 12 വോൾട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മൊബൈലൊക്കെ വേണമെങ്കിൽ വെക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ നോബാണ് ഈ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വെഹിക്കിളിന് വരുന്നത്. അതിന്റെ റിവേഴ്സ് ഇങ്ങേ അറ്റം വന്നിട്ട് നമുക്ക് ബാക്കിലോട്ട് ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള റിവേഴ്സ് ഗിയർ ആണ് വന്നേക്കുന്നത്. പിന്നെ അതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സെൻട്രൽ കൺസോൾ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡ്രൈവ് മോഡ്സ് കാണാം. സിറ്റി, എക്കോ, സ്പോർട്ട് എന്ന് പറഞ്ഞ 3 ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട്. അതിന്റെ ആ ഒരു റൊട്ടേറ്ററി നോബാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്ക് ബ്രേക്ക് സംവിധാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു
സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 സാധനങ്ങളൊക്കെ നമുക്ക് അറ്റ് എ ടൈം വെക്കാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു സ്റ്റോറേജ് ഒക്കെ ആയിട്ട് വെക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. അതിന്റെ ഒരു ഗ്രേ ഫിനിഷും ആ ഒരു ബ്ലാക്ക് ഫിനിഷും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന രീതിയിലാണ് ആ ഒരു സീറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ഡ്രൈവിംഗ് പൊസിഷന്റെ ഒരു രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു കമാൻഡിങ് പൊസിഷൻ കിട്ടുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. നമുക്കൊരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ്. ഇതിൽ നമുക്ക് വന്നിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നോർമൽ രീതിയിൽ തന്നെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുള്ളൂ വെഹിക്കിളിന്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് മെയിൻ അതാണല്ലോ സ്റ്റിയറിംഗ്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ടാറ്റയുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ ആ ഒരു വെഹിക്കിള് ടാറ്റയുടെ ആ ഒരു ലോഗോ എലിമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ടൈപ്പ് സ്റ്റിയറിംഗ് വീലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഓഡിയോ കൺട്രോൾസ് ഇവിടെ കാണാം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടെലിഫോണി സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ, നമ്മുടെ ക്ലസ്റ്ററിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ഒരു 4 ഇഞ്ച് സ്ക്രീൻ ആണ് അത്. അതിൽ നമുക്ക് ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MD, നമ്മുടെ ഓഡോമീറ്റർ കാര്യങ്ങൾ, പിന്നെ സിറ്റി എന്നുള്ള ഒരു ഇത് കാണിക്കും. നമ്മുടെ ഈ ഡ്രൈവ് മോഡ്സ് ഏത് മോഡിലാണ് കിടക്കുന്നത് എന്നുള്ളതിന്റെയാണ് കാണിക്കുന്നത്. കണ്ടോ, ഞാൻ സ്പോട്ട് എന്ന് ഇടുമ്പോഴത്തേക്കിന് നമുക്ക് ഇങ്ങനെ ആ ഒരു കമാൻഡ് ചെയ്ത് പറയുന്ന ഒരു വോയിസും വരുന്നുണ്ട്. അത്രയാണ്. അത് നല്ല ഡിജിറ്റലി തന്നെ നല്ല നീറ്റ്ലി ആണ് കൊടുത്തേക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ നല്ല നീറ്റ്ലി ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് IRVM ഒക്കെ വന്നിട്ട് നോർമൽ രീതിയിൽ തന്നെയുള്ള IRVM ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ റീഡിംഗ് ലാംപ്സ് ഒക്കെ കാണാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ പാസഞ്ചർ എയർ ബാഗ്സും കാര്യങ്ങളും അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട നമുക്ക് വൈസറിൽ നമുക്ക് ഒരു മിറർ വരുന്നുണ്ട്. ഈ സൈഡിൽ വരുന്നില്ല, നോർമൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഡീപ്പ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ്. അതൊരു എന്താ പറയുക, നമുക്കൊരു അത്യാവശ്യം വേണമെങ്കിൽ ഒരു ലാപ്പ് വരെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കുന്ന കാണാൻ നമുക്ക് വെഹിക്കിളിൽ. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നത്. അതൊക്കെ നല്ല തോട്ട്സ് ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ വെക്കാനായിട്ട് അതിന് സെപ്പറേറ്റ് ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പേന വെക്കാം, അങ്ങനെയുള്ള എല്ലാ യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ വെക്കാൻ ആദ്യം തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാതെ അവിടെ വെക്കാവുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഡിസൈൻ തോട്ടുകളൊക്കെ നല്ലതാണ്. ഇപ്പൊ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാം. ഒരു അംബ്രല ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നമുക്ക് ആ ഒരു എലമെന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് കമ്പനി. അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത് ഗുഡി ഫീച്ചർ, അല്ലെങ്കിൽ നമുക്ക് ആ തോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ ബോട്ടിൽ വെക്കുന്നിടത്ത് ആ ഒരു ചെറിയൊരു എലമെന്റ് ഒക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ആംറസ്റ്റിന്റെ ആ ഒരു ഭാഗമൊക്കെ ആണെങ്കിലും, ഡോറിന്റെ ആംറസ്റ്റിന്റെ ഭാഗമാണെങ്കിലും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പവർ വിൻഡോയുടെ സ്വിച്ച് നമുക്ക് അവിടെ കാണാം. ആ ഡോർ ലിവർ ആണെങ്കിലും നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോ നമുക്ക് റിയർ സീറ്റിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സോണിന്റെ റിയർ സീറ്റിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ഒരു വേരിയന്റിൽ നമുക്ക് റിയർ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ അത്യാവശ്യം നല്ല എയർ ഫ്ലോ നമുക്ക് ആ ഒരു വെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേറെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ചെറിയൊരു സെൻട്രൽ ടണൽ വരുന്നുണ്ട്. പക്ഷെ വലിയ കുഴപ്പമില്ല. നമുക്ക് 3 ആൾക്കും നമുക്ക് കംഫർട്ടബിൾ ഇരിക്കാവുന്ന ഒരു സീറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഷോൾഡർ സ്പേസ് ആണെങ്കിലും എല്ലാം വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എനിക്ക്. ഇതിപ്പോ എന്റെ ഒരു ഡ്രൈവിംഗ് സീറ്റിംഗ് പൊസിഷനിലാണ് ഞാനിപ്പോ ഈ ഒരു സീറ്റ് ഇട്ടേക്കുന്നത്. എന്നാൽ പോലും നമുക്ക് ഒരു നീ റൂം ആണെങ്കിലും ഹെഡ് റൂം ആണെങ്കിലും ഒക്കെ നല്ല കംഫർട്ടബിൾ എനിക്ക് വെക്കാവുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുണ്ടാവും. പിന്നെ ഹെഡ് റൂം ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. കറക്റ്റ് 5 ഫിംഗർ ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ ഏറിയ ആയിട്ടുള്ള ഒരു ഗ്ലാസ് വിൻഡോ ഒക്കെ ആണെങ്കിലും നല്ല ഏറിയ ആയിട്ടുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. നമുക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണെങ്കിലും ഒന്നും കട്ടാവുന്നൊന്നുമില്ല. ഈ ഒരു ഷോൾഡർ ലൈൻ ഒക്കെ അതിന് താഴെ കൂടെയാണ് പോകുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ആ കാര്യങ്ങളൊക്കെ. പിന്നെ സ്പ്രിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആസ് യൂഷ്വൽ എല്ലാ വെഹിക്കിളിലും വരുന്ന പോലെ തന്നെ. പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട് വെഹിക്കിളിന്. അത്രയാണ് നമുക്ക്. പിന്നെ ആംറസ്റ്റ് നമുക്ക് റിയറിലൊന്നും വരുന്നില്ല. നമുക്ക് ആ രീതി തന്നെ ഫ്രണ്ടിലത്തെ സീറ്റിന്റെ അതേ മെറ്റീരിയൽ തന്നെയാണ്, ഫാബ്രിക് മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഗ്രേ ഫിനിഷും ബ്ലാക്ക് ആ ഒരു കളർ ടോണിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഡോർ പോക്കറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലോസി ഫിനിഷ് കാണാം നമുക്ക്. ആ ഡോർ ഹാൻഡിലാണേലും ആ രീതിയിൽ തന്നെ ആ ഒരു ഗ്ലോസി
ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ഫുൾ ഒരു വൈറ്റ് തീമും അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമുക്ക് റിയർ സീറ്റിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോ നേരെ നമുക്ക് ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ നെക്സോണിന്റെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളിലേക്ക് പോകാം. 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. റെവോട്രോക്ക് എന്ന് പറയുന്ന എഞ്ചിനാണ് വരുന്നത്. അതിന്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 115 bhp 260 Nm ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. നമുക്ക് ആ ഒരു ഡ്രൈവ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പൊ നമുക്കിവിടെ സ്പോർട്സ് മോഡൊന്നും ഇട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല നമുക്കിപ്പോ ഇവിടെ. പക്ഷെ എങ്കിലും ഈ 3 ഡ്രൈവ് മോഡ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിറ്റി എന്ന് പറയുന്ന ഡ്രൈവ് മോഡാണ് നമ്മൾ ആദ്യം വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്നത്. അതിൽ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ഡീസന്റ് എമൗണ്ട് ഓഫ് പവറും കാര്യങ്ങളും ഒക്കെ തന്നെ വെഹിക്കിളിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ എക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുന്ന നമ്മളൊരു മൈലേജ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് വെഹിക്കിൾ ഓടിക്കാൻ പറ്റുന്ന ഒരു മോഡാണ് അത്. അതിലേക്ക് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു പവർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വരും. വലിയ രീതിയിലല്ല, ഇനി ഒരു ചെറിയ രീതിയിലൊക്കെ വരുന്നുള്ളൂ നമുക്ക്. പക്ഷെ സ്പോർട്സ് മോഡിലേക്ക് ഇടുവാണെങ്കിൽ നമുക്ക് ആ ഒരു മാക്സിമം എഞ്ചിന്റെ ഒരു മാക്സിമം പവർ നമുക്ക് ഡെലിവറി ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവിടെ നമുക്കൊരു ഒട്ടും തന്നെ നമുക്ക് ഒരു ലാഗോ കാര്യങ്ങളോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു പവർ ഡ്രോപ്പ് എങ്ങും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. എഞ്ചിൻ മാക്സിമം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടൈമാണ് ആ സ്പോർട്സ് മോഡ് ഇടുന്ന സമയത്ത്. പിന്നെ നമുക്ക് ട്രാൻസ്മിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വെഹിക്കിളിന് വരുന്നത്. മാനുവൽ ആണ് നമ്മൾ ഇന്നിപ്പം ചൂസ് ചെയ്തേക്കുന്നത്. ഡീസലിൽ നമുക്ക് AMD ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. പിന്നെ നെക്സോണിന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ DCA എന്ന് പറയുന്ന ഒരു ടെക്നോളജിയും വരുന്നത്. അത് പക്ഷേ പെട്രോളിൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അതായത് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വരുന്ന ഒരു ട്രാൻസ്മിഷൻ നമുക്ക് വെഹിക്കിളിന് വരുന്നുണ്ട്. ഇതിലിപ്പോ നമുക്ക് ഡീസലിൽ നമുക്ക് AMDയും മാനുവൽ ട്രാൻസ്മിഷനും ആണ് വരുന്നത് മെയിനായിട്ടും. പിന്നെ ഇതിനെപ്പറ്റി നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ചെറിയൊരു എന്താ പറയുന്ന ഒരു ലോങ് ഗിയേഴ്സ് എന്ന് വേണേൽ നമുക്ക് പറയാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത്ര വലിയൊരു നമുക്കൊരു ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരു ഗിയർ ഒരു റേഷ്യോ ഒക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു റേഷ്യോ ആണ് ഗിയർ റേഷ്യോ ഒക്കെ. പിന്നെ ആ ഒരു ട്രാൻസ്മിഷന്റെ ഒരു ഷിഫ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ കുഴപ്പമില്ല. ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രാൻസ്മിഷൻ ആണ്. നമുക്ക് കുറ്റം പറയുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ്. സ്മൂത്ത് ആയിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലാണ് വരുന്ന വെഹിക്കിളിന്. അത്യാവശ്യം നല്ല എന്താ പറയുക, നമുക്ക് ഇതുപോലുള്ള റോഡ്സിലൊക്കെ ആണെങ്കിലും നല്ല മെനൂറിറ്റി നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ആ സ്റ്റിയറിംഗിന്റെ ഒരു ഫീഡ്ബാക്ക് ആണെങ്കിലും ഒക്കെ. പിന്നെ സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന മക്ഫേഴ്സൺ സ്റ്റഡ് ആണ് വരുന്നത്. ബാക്കിൽ വരുന്ന ഇൻഡിപെൻഡന്റ് ട്വിസ്റ്റ് ബീംസ് വിത്ത് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ ആണ്. അടിപൊളി സസ്പെൻഷൻ ആണ്. കാരണം അത് എടുത്ത് പറയണം, ആ ഒരു സെമി ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു കട്ടറിലൊക്കെ ചാടുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബമ്പി റോഡ്സിലൊക്കെ വരുവാണെങ്കിൽ പോലും നമുക്കൊരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡ് വെഹിക്കിൾ തരുന്നുണ്ട്. അത് റിയർ സീറ്റിൽ ഇരുന്നാലാണെങ്കിലും ആ ഒരു സെയിം കംഫർട്ട് ലെവൽ നമുക്ക് കിട്ടുന്നുണ്ട് വെഹിക്കിളിൽ. ഒരു ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ വെഹിക്കിളിൽ വരുന്നില്ല. കാരണം ഇതൊരു മോണോകോക്ക് ബോഡി ആയതുകൊണ്ട് ബോഡി റോളിന്റെ ഒരു രീതിയിലുള്ള ചാൻസസ് ഇല്ല. മൊത്തത്തിൽ ഒരു നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണെന്ന് തന്നെ നമുക്ക് എടുത്തു പറയണം. സസ്പെൻഷന്റെ കാര്യത്തിൽ അടിപൊളിയാണ്. നമുക്ക് സേഫ്റ്റി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 എയർ ബാഗ്സ് നമുക്ക് നെക്സോണിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്ലോബൽ എൻക്യാപ് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്കെല്ലാം സേഫ്റ്റിയുടെ സൈഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നെക്സോൺ ആ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ABS, EBD, ഹിൽ ഹോൾഡ്, 6 എയർ ബാഗ്സ് അങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വെഹിക്കിളിന് വരുന്നുണ്ട്. അപ്പൊ അത്രയാണ് നമ്മുടെ ഇന്നത്തെ നെക്സോണിന്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഇന്ന് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ശ്രീ ഗോകുലം മോട്ടോഴ്സ് ആണ്. ഇത് കോലഞ്ചേരിയുള്ള ഷോറൂമാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ വെഹിക്കിൾ സംബന്ധമായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ ടാറ്റയുടെ ഈ ഒരു ലൈനപ്പിലുള്ള ഏത് വെഹിക്കിളിന്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഷോറൂമിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.